ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നിർമ്മാണം തുടങ്ങി 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്ത ആറ്റുപള്ളി പാലം സഞ്ചാരി യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. നന്ദിപുരം സ്വദേശി ചെതലൻ ജോസഫ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ്. പാലത്തിന്റെ അനുബന്ധ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഭാഗികമായുണ്ടായിരുന്ന ഗതാഗതവും അവതാളത്തിലായിരുന്നു. പാലത്തിന്റെ ഒരു വശത്ത് താഴ്ന്നുപോയ റോഡ് അടിയന്തരമായി സഞ്ചാരി യോഗ്യമാക്കണമെന്ന് കോടതി നിർദ്ദേശം. മറ്റൊരു ഭാഗത്തേക്ക് ഗതാഗതം ഉറപ്പാക്കാൻ തൃശൂർ ഇറിഗേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് മാർച്ച് 13 മാറ്റിവെച്ചു. എന്നാൽ അനുബന്ധ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് വാഹന ഗതാഗതത്തിന് യോഗ്യമാക്കണമെന്ന് പറഞ്ഞ കോടതി ഇനിയും പാലത്തിന്റെ അനുബന്ധ റോഡിൽ തകരാറുകൾ സംഭവിച്ചാൽ സൂപ്രണ്ടിനെ എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഹർജിക്കാരന് അവകാശമുണ്ടെന്നും പറഞ്ഞു. സംസ്ഥാന ജലസേചന വകുപ്പ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, സെൻട്രൽ സർക്കിൾ തൃശൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എന്നിവരെ എതിർകക്ഷിയാക്കി സമർപ്പിച്ച ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 2006 നബാർഡിന്റെ 4.75 കോടി രൂപ കൊണ്ട് ആരംഭിച്ച നന്ദിപുരം ആറ്റുപള്ളി റെഗുലേറ്റർ പാലം നിശ്ചിത സമയത്ത് പൂർത്തിയാകാതിരുന്നതോടെ സർക്കാർ 7 കോടി രൂപ കൂടി അനുവദിച്ചു. എന്നാൽ ഇതുവരെ പാലം പണി പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥയും കാലതാമസവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.